അള്ളാഹു അവന്റെ കാര്യങ്ങൾ അവന്റെ ഹിക്മത്ത് പ്രകാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന് ഈ അടിയാനെ കാണാൻ ലിഖാഇന് ആഗ്രഹമായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനെ കൊണ്ടുപോയി. തറക്കണ്ടിയിലെ ഓറ് പോയ ശേഷം ഒരു 60 കൊല്ലക്കാലം കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഓറ് പോകുന്നത് ഓർക്കണം. ഒരു 60 കൊല്ലക്കാലം തറക്കണ്ടിയിൽ ഓറ പ്രതിനിധാനം ചെയ്ത്, അതായത് ഉംറു ആലിം, ഈ ഉമ്മത്തിലെ മനുഷ്യന്മാർക്ക് അല്ലാഹു തആല സാധാരണ നൽകുന്ന അത്രയും ആയുസ് തറക്കണ്ടിയിലെ ഓർക്കു ശേഷം മാത്രം തറക്കണ്ടിയിൽ ഓറ പ്രതിനിധീകരിക്കാൻ, ലോകത്തിന് അങ്ങനെ പകർന്നു നൽകാൻ അള്ളാഹു ആയുസ് നൽകി. ആ മഹാസൗഭാഗ്യവും വിധിയും തീർത്ത് അള്ളാഹു മഹാനരെ തൻ്റെ ലിഖാഇന് സമയമായപ്പോൾ തിരഞ്ഞെടുത്തത് ഈ പരിശുദ്ധമായ റജബ് മാസമാണ്. ഈ റജബ് മാസത്തെ നിങ്ങളിങ്ങനെ വിലയിരുത്തി നോക്കിയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നീതിയുടെ ത്രാസ്, സന്തുലനത്തിൻ്റെ ത്രാസ്, ആ ത്രാസായി അല്ലാഹു തആല അവതരിപ്പിച്ച ദീനാണ് ഈ ദീൻ. ആ ദീനിനെ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മീയമായി കയ്യേൽപ്പിച്ചിട്ടുള്ളത് നബി തങ്ങളുടെ കാലത്തില്ലെങ്കിലും മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകളിയാണ്. സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇമാമുന ശാഫിഈ തങ്ങൾ അവർക്ക് കൃത്യമായ ഒരു തുലാസ് നൽകുകയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതെന്താണ് ഈ തുലാസിനെ എനിക്ക് നൽകാൻ, ഒരു ത്രാസ് സ്വാഹിബു ശരീഅത്ത് എനിക്ക് നൽകാൻ എന്ന് ബഹുമാനപ്പെട്ടവരുടെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം മഹാനർക്കറിയുന്നതിൻ്റെ പുറമെ മറ്റു സമശീർഷരായ വലിയ വലിയ പണ്ഡിതന്മാരുടെ ഒക്കെ മുമ്പിൽ വെച്ചപ്പോൾ എല്ലാവരും പറയുന്നത് അവിടുത്തെ ദീനാകുന്ന, അവിടുത്തെ സുന്നത്താകുന്ന പ്രഭാപൂരിതമായ സമ്പൂർണമായ നീതിയുടെ ത്രാസെന്ന ആ സുന്നത്തിനെ അങ്ങേക്ക് കൈമാറുകയാണ്, അങ്ങ് ഈ ലോകത്തിന് വിതരണം ചെയ്യാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് എല്ലാ സ്വപ്ന വ്യാഖ്യാതാക്കളും നൽകിയ വ്യാഖ്യാനപ്രകാരം ശരീഅത്ത് എന്ന ആ ത്രാസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് നൽകാൻ വേണ്ടി, സന്തുലനം നിലനിർത്താൻ വേണ്ടി കൃത്യമായ സന്തുലനത്തോടെ ശരീഅത്തിൻ്റെ അഹ്കാമുകൾ രൂപപ്പെടുത്താൻ ഇമാം മാലിക് എന്നവരുടെ മദ്ഹബിനും ഇമാം അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബുകൾക്ക് സംഭവിച്ചിട്ടുള്ള, തൻ്റെ വീക്ഷണത്തിൽ സംഭവിച്ചിട്ടുള്ള സന്തുലനത്തിൻ്റെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് കൃത്യമായ സന്തുലനത്തോടുകൂടി അള്ളാഹുവിൻ്റെ ശരീഅത്തും ദീനും സമർപ്പിക്കാൻ അള്ളാഹു നിശ്ചയിച്ച മഹാനരാണ്. 2-ാം നൂറ്റാണ്ടിലെ 3-ാം നൂറ്റാണ്ടിലെയൊക്കെ മുജദ്ദിദായി ലോകമാസകരം അഭിപ്രായ വ്യത്യാസമില്ലാതെ സ്വീകരിക്കുന്ന മഹാനാണ് ഇമാമുന ശാഫിഈ തങ്ങളവറുകൾ. ആ ഇമാമുന ശാഫിഈ തങ്ങളുടെ ദൗത്യം വളരെ കുറഞ്ഞ കാലം കൊണ്ട് കഴിഞ്ഞു. 150 ജനിച്ച അവർ 204 വഫാത്താകുന്നു. 54 വർഷം മാത്രം. ഈ 54 വർഷത്തെ ആ ദൗത്യത്തിൽ ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് ഉണ്ടാകുന്നതും ഉണ്ടായതും ഇനി ഉണ്ടാകാനിരിക്കുന്നതുമായ എല്ലാ പ്രശ്നങ്ങൾക്കും സമ്പൂർണമായി വിധി കൽപ്പിക്കാൻ പറ്റുന്ന ഇസ്ലാമിൻ്റെ സമ്പൂർണതയെയും തമാമിനെയും കമാലിനെയും ശരിക്കും തെളിയിക്കുന്ന മദ്ഹബാണ് ഇമാമുന ശാഫിഈ തങ്ങളുടെ മദ്ഹബ്. ആ മദ്ഹബിനെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി, ഗവേഷണം ചെയ്യുന്നതിന് വേണ്ടി, അത് കൃത്യമാക്കുന്നതിന് വേണ്ടി അതിനു മുൻപില്ലാത്ത വിധം തൻ്റെ ഉസൂലുകളും തൻ്റെ കണ്ടെത്തലുകൾക്ക്, ഗവേഷണത്തിന് താൻ കണ്ടെത്തിയിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്താണെന്ന് ലോകത്തിന് കൈമാറിക്കൊണ്ട് ഒരു മുജ്തഹിദ് വരുന്നത് ഇമാമുന ശാഫിഈ തങ്ങളാണ്. അതിനു മുൻപുള്ള താബിഈങ്ങളുടെ മുജ്തഹിദീങ്ങളോ, അതിനു മുൻപുള്ള സ്വഹാബത്തിലെ മുജ്തഹിദീങ്ങളോ, അതിനു മുൻപുള്ള തബഉ താബിഈങ്ങളുടെ മുജ്തഹിദീങ്ങളോ എന്താണ് അവരുടെ മാനദണ്ഡമെന്നോ എന്താണ് അവരുടെ ഉസൂലെന്നോ ലോകത്തിന് കൈമാറിയിട്ടില്ല. കൈമാറാതെ അവർ മനസ്സിലാക്കിയിട്ടുള്ള ഉസൂല് പ്രകാരം ദീനിൻ്റെ അഹ്കാമുകൾ ക്രോഡീകരിച്ച് മദ്ഹബ് രൂപീകരിക്കുകയാണ് ഇമാം മാലിക് എന്നവരും അതിനു മുൻപ് ഇമാം അബൂ ഹനീഫ തങ്ങളവറുകളും ചെയ്തത്. അതേസമയം ഇതിന് പ്രത്യേകമായ ഉസൂല് രൂപപ്പെടുത്തിക്കൊണ്ട് ആ ഉസൂല് ലോകത്തിന് സമർപ്പിക്കുന്ന ഗ്രന്ഥങ്ങളടക്കം 150-ൽ പരം ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ട് ഈ 54 വർഷത്തിനുള്ളിൽ മഹാനായ ഇമാമുന ശാഫിഈ ചെയ്ത സേവനം ഒരു മുജദ്ദിദ് എന്നതിലുപരിയായി മറ്റേതെങ്കിലും സ്ഥാനമുണ്ടെങ്കിൽ ഖുതുബ് എന്ന ആത്മീയ രംഗത്തെ സ്ഥാനമടക്കമുള്ള സ്ഥാനങ്ങളെല്ലാം അള്ളാഹു നൽകി ആദരിച്ച മഹാൻ. ആ മഹാന്റെ ദൗത്യം പൂർത്തിയാക്കി അവരെ തൻ്റെ ലിഖാഇന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിലാണ്. ഇമാം ശാഫിഈ തങ്ങളുടെ മദ്ഹബുകൾ കാലക്രമേണ സമൃദ്ധമായി വളർന്നു, സമ്പുഷ്ടമായി വളർന്നു, വികസിച്ചുകൊണ്ടിരുന്നു.
വികസ്വരമായ രീതിയിലാണ് ബഹുമാനപ്പെട്ടവരുടെ രൂപീകരണം. ആ വികസ്വരമായ മദ്ഹബ് തീക്ഷണന്മാരും പ്രഗത്ഭന്മാരും പ്രതിഭാധനന്മാരുമായ മഹാന്മാർ വന്ന് അതിനെ വിശദീകരിച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 4 നൂറ്റാണ്ടുകൾ അപ്പുറം കഴിഞ്ഞപ്പോൾ ഈ മദ്ഹബിന് വേണ്ടതിലപ്പുറം ഗ്രന്ഥങ്ങളായി. ഒരുപാട് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ. ഈ ഗ്രന്ഥങ്ങൾ നോക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രന്ഥം നോക്കിയാൽ ഈ മദ്ഹബിനെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം. ഒരു ഇമാമിന് തന്നെ പലതരത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ പല വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. ശാഫിഈ മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ ഖുറാസാനി വിഭാഗമെന്നും ഇറാഖി ത്വരീഖത്തെന്നും 2 ത്വരീഖത്തായി വേർപിരിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ 2 മാർഗങ്ങളിലൂടെയുള്ള പണ്ഡിതന്മാരും അവരുടെ പരമ്പരകളും ഗ്രന്ഥങ്ങൾ രചിച്ചു. ആ ഗ്രന്ഥങ്ങൾ സമന്വയിപ്പിക്കാനോ അവ തമ്മിൽ സംയോജിപ്പിക്കുവാനോ അതമ്മിൽ കൂട്ടിച്ചേർക്കുവാനോ അവയിൽ നിന്ന് ഏതിനെയാണ് മദ്ഹബിൻ്റെ ഔദ്യോഗിക അഭിപ്രായമായി രൂപപ്പെടുത്തേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്ന് തിരിയാനോ ആളുകൾക്ക് കഴിയാത്ത അത്ര പുസ്തകാധിക്യം, ഗ്രന്ഥാധിക്യം, കിതാബുകളുടെ ആധിക്യം ഈ മദ്ഹബിനെ വീർപ്പുമുട്ടിച്ചപ്പോൾ, അഭിപ്രായങ്ങൾ ധാരാളമായി പല ഇമാമുകൾ പുറപ്പെടുവിച്ചപ്പോൾ മദ്ഹബിനെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിന് കൃത്യമായ ഒരു രൂപം ശാഫിഈ മദ്ഹബ് എന്ന ആ മദ്ഹബിനെ രൂപപ്പെടുത്താൻ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ള മഹാനരായിരുന്നു ഇമാമുൻ നവവി റഹ്മഹുല്ലാ. ഞാൻ ഈ വിവരിക്കുന്ന മഹാന്മാരുടെ ജീവിതവും അവരുടെ ആ ജീവിതകാലത്ത് ഹ്രസ്വമായി അവർക്ക് അള്ളാഹു നൽകിയ ജീവിതമാണ് അധിക പേർക്കും. ചിലർക്കാവട്ടെ ആവശ്യത്തിന് നന്ന നീണ്ട ജീവിതവും നൽകുന്നു. ഹസൻ അൽ ബസരി തങ്ങൾ അവർക്ക് നീണ്ട ജീവിതം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ നിരീക്ഷിച്ചാൽ ആവശ്യമായിരുന്നു ആ നീണ്ട ജീവിതം എന്ന് ബോധ്യപ്പെടും. അത്ര നീണ്ട ജീവിതം വേണ്ടവർക്ക് നീണ്ട ജീവിതം, കുറഞ്ഞ കാലത്ത് തന്നെ അവരുടെ ദൗത്യം നിർവഹിച്ച് പൂർത്തിയാക്കൽ മാത്രമാണ് അവരുടെ ദൗത്യമെങ്കിൽ അവർക്ക് അത്രയും കാല ജീവിതം കഴിഞ്ഞ് അള്ളാഹു തൻ്റെ ലിഖാഇനെ അവരെ തിരഞ്ഞെടുക്കുന്നതൊക്കെ റജബ് മാസം എന്ന് കാണുമ്പോൾ നമുക്ക് ഹാഫിദ് ഇബ്നുൽ ജൗസി ഈ രാഷ്ട്രീയ നേതൃത്വത്തെപ്പറ്റി പറഞ്ഞതുപോലെ ലിന്നാസ്, ഇവരൊക്കെ റജബ് മാസത്തിൽ മരിക്കുന്നു എന്ന ഈ യാഥാർത്ഥ്യത്തെ അള്ളാഹുവിൻ്റെ ആ ലിഖാഇന് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് ബോധ്യപ്പെടും. ഇമാമുൻ ശാഫിഈ തങ്ങളുടെ ഈ മദ്ഹബിനെ തഹ്രീർ ചെയ്യുന്ന ജോലി മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവിനാണ് അള്ളാഹു നൽകിയത്. അവർക്കൊരു സൗകര്യവും കിട്ടി. ഇമാമുൻ ശാഫിഈ തങ്ങൾക്ക് തൻ്റെ മുൻഗാമികളായി തൻ്റെ മഹാഗുരുവായ ഇമാം മാലിക് എന്നവരും അങ്ങനെ നേരിട്ടൊരു കുടുബന്ധമില്ലെങ്കിലും അവിടുത്തെ ഗ്രന്ഥങ്ങളെയും ഉണ്ടാക്കിയ മദ്ഹബിൻ്റെ ചിന്തകളെയും എല്ലാം വായിക്കാൻ കിട്ടിയ തരത്തിൽ തനിക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ കൈമാറിയപ്പോൾ ആ ഗ്രന്ഥത്തിലൂടെ തൻ്റെ ഗുരുവായി തീർന്ന താൻ ജനിക്കും മുൻപ് മരണപ്പെട്ടിട്ടുള്ള മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവരും വഫാത്തായത് റജബ് മാസത്തിലാണെന്ന് കാണാം. മഹാനായ ഇബ്നു കസീർ, അല്ലാമ ഇബ്നു കസീർ പറയുന്നത് അവരും വഫാത്തായത് റജബ് മാസത്തിലാണെന്നാണ്. ആ അബൂ ഹനീഫ ഇമാമിനെയും മാലിക് ഇമാമിനെയും മുൻഗാമികളായി കിട്ടിയത് ശാഫിഈ മദ്ഹബിനെ രൂപപ്പെടുത്താൻ ഇമാം അവർക്ക് വലിയ ഉപകാരമായി. ഇസ്ലാമിൻ്റെ സന്തുലനം ശരിപ്പെടുത്താൻ, ശരീഅത്തിൻ്റെ സന്തുലനം ശരിപ്പെടുത്താൻ ഒരു മാർഗദർശകമായി ആ 2 മദ്ഹബുകളും. ഇതേപോലെ തൻ്റെ തൊട്ട് മുൻഗാമിയായി ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ മദ്ഹബിനെ എഡിറ്റ് ചെയ്യുന്ന ദൗത്യം കുറച്ച് ഏറ്റെടുത്തുകൊണ്ട് ചില ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചപ്പോൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു തങ്ങൾ അവർക്ക് തൻ്റെ മാർഗം തുറന്നു കിട്ടി, സുഗമമായി കിട്ടി, ലളിതമായി കിട്ടി. ആ ലളിതമായ മാർഗത്തിലൂടെ 4-5 നൂറ്റാണ്ടുകളിലെ ശാഫിഈ മദ്ഹബിൻ്റെ ഇമാമിൻ്റെയും അസ്ഹാബിൻ്റെയും ശേഷം വന്ന അസ്ഹാബുൽ വുജൂഹിൻ്റെയും അവരുടെ പിന്മുറക്കാരുടെയും എല്ലാം ഗ്രന്ഥങ്ങൾ നോക്കി ആരാണവരൊക്കെ? ദിഷണന്മാരായ വമ്പന്മാരായ ആളുകളാണ്. അവരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ നോക്കിയിട്ട് മദ്ഹബിനെ കൃത്യമായി എഡിറ്റ് ചെയ്തുകൊണ്ട് സമൂഹത്തിന് വേണ്ടുന്ന തരത്തിൽ ഈ മദ്ഹബിനെ ശുദ്ധീകരിക്കുന്ന, സംശോധനം ചെയ്യുന്ന ഏറ്റവും മഹത്തായ ദൗത്യം മദ്ഹബിൻ്റെ എഡിറ്ററായി മുഹദ്ദിറായി വാഴ്ത്തപ്പെടുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹുവിലാണ് അള്ളാഹു അർപ്പിച്ചത്. ആ നിയോജിതരായ മഹാൻ തൻ്റെ ദൗത്യം നിർവഹിച്ച് അവസാനം അള്ളാഹുവിൻ്റെ ലോകത്തേക്ക് വേർപെട്ടു പോകുന്നതും റജബ് മാസത്തിലാണ്, പരിശുദ്ധ റജബ് മാസത്തിൽ. ഇതൊന്നും യാദൃച്ഛികമല്ലല്ലോ, യാദൃച്ഛികമായി ഒന്നും ഉണ്ടാകുന്നില്ല. ഇവിടെ യാദൃച്ഛികമായ ഒരു സംഭവം വിശ്വാസികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഉണ്ടാകുന്നില്ല.
എല്ലാം അള്ളാഹുവിൻ്റെ ഖലാഇൻ്റെയും ഖദറിൻ്റെയും കീഴിൽ മാത്രം കൃത്യം നടക്കുന്നതാണ്. എല്ലാവർക്കും തീർത്തും പറയാമല്ലോ, മരണം, ആരുടെയും മരണം അവർ ജനിക്കുമ്പോൾ തന്നെ അള്ളാഹു തആല നിശ്ചയിക്കുന്നതാണ്. നിശ്ചയിച്ചതെന്ന് മാത്രമല്ല, അവരെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾക്ക് കൈമാറുന്നതാണ്. ആ മലക്കുകൾ ഈ മരിക്കുന്ന മനുഷ്യൻ്റെ കഴുത്തിൽ ജീവിക്കുമ്പോൾ തന്നെ അവർ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ശിശുവായി രൂപപ്പെടുമ്പോൾ തന്നെയും അത് രേഖപ്പെടുത്തപ്പെടുന്നതാണ്. ആ രേഖപ്പെടുത്തപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഖലാ ഖദറനുസരിച്ചല്ലാതെ ഇവിടെ ഒരാളുടെയും മരണം സംഭവിക്കുന്നില്ല. ആ മരണം അള്ളാഹുവിൻ്റെ ലിഖാഇന് അള്ളാഹു കൃത്യമായി തിരഞ്ഞെടുക്കുന്നതാണ് എന്ന് നമുക്ക് ബോധ്യമാണ് എന്നർത്ഥം. ആ ബോധ്യമായ മരണത്തിന് മഹാനായ ഇമാം നവവി റഹ്മഹുല്ലാ തങ്ങൾ അവർകൾക്ക് അള്ളാഹു തആല തിരഞ്ഞെടുത്തതും ഇതേപോലെ തന്നെ പരിശുദ്ധമായ റജബ് മാസം. മദ്ഹബ് മുന്നോട്ട് നീങ്ങി. ഇമാം നവവിക്ക് ശേഷം ഒരു 2-3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ആ 2-3 നൂറ്റാണ്ടുകൾ വന്നു നോക്കുമ്പോൾ ഇമാമുൻ നവവി തങ്ങളുടെ തന്നെ പല കിതാബുകൾ, ആ കിതാബുകളെ അവലംബിച്ചുകൊണ്ട് ഭിന്നമായ പലവിധം അഭിപ്രായങ്ങൾ മദ്ഹബിൽ രൂപപ്പെടുന്നു. പലതരത്തിൽ പിന്നീടുള്ളവർ ഫത്വാക്ക് വേണ്ടി ഇമാം നവവിയുടെ ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ അതിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ട് അവർ രേഖപ്പെടുന്ന കിതാബുകൾ മത്നുകളായും ശറഹുകളായും ധാരാളം വന്നു. ഈ മുത്തൂനുകളും ശുറൂഹുകളുമെല്ലാം വർദ്ധിച്ച സമയത്ത് ഇമാം നവവി എഡിറ്റ് ചെയ്ത കൃത്യമായ മദ്ഹബ് എങ്ങനെയാകുന്നു എന്ന് ലോകത്തിൻ്റെ മുൻപിൽ ഈ ശാഫിഈ മദ്ഹബിനെ അവതരിപ്പിക്കാൻ പറ്റുന്ന വിധം കൃത്യമായി അതിനൊരു ഓർഡർ നൽകി. ഇതാണ് ഇമാം നവവിയുടെ ശരിയായ വീക്ഷണം. ഭിന്നാഭിപ്രായം അവരുടെ കിതാബുകളിൽ കണ്ടാൽ അതിനെ ഇന്നിന്ന രീതിയിൽ കൈമാറണം, അതിന്നിന്ന രീതിയിൽ കൈകാര്യം ചെയ്യണം. ഈ കൈകാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇമാമിൻ്റെ അഭിപ്രായമായി കണ്ടെത്തേണ്ടതും സ്വീകരിക്കേണ്ടതും ഇന്നതാണ് എന്നൊക്കെ കൃത്യമായ ഒരു ഓർഡർ ഉണ്ടാക്കി ഈ മദ്ഹബിലെ ഇമാം നവവി എഡിറ്റ് ചെയ്ത ആ മദ്ഹബിൻ്റെ സംശുദ്ധിയെ സംശുദ്ധമായ രീതിയിൽ പ്രത്യേകമായി കൊണ്ട് ഇമാം അവരുടെ മിൻഹാജ് എന്ന ഗ്രന്ഥത്തിന് ശർഹ് എഴുതാൻ ഏറ്റവും ചുരുങ്ങിയ ചെറിയ ഗ്രന്ഥം എന്ന നിലക്ക്, മുഖ്തസറായ ഒരു ചെറിയ ഗ്രന്ഥം എന്ന നിലക്ക്, ഇമാം റാഫിയുടെ എഡിറ്റിങ്ങിൻ്റെ ഫലം കൂടിയുള്ള ഒരു ഗ്രന്ഥമെന്ന നിലക്ക് ആ മിൻഹാജിനെ തിരഞ്ഞെടുത്തുകൊണ്ട് മിൻഹാജിന് ശർഹ്, അതിബൃഹത്തായ ഒരു ശർഹ് എഴുതിയിട്ട് ഇൽമിൻ്റെ ബഹറാക്കിയ ആ ഒരു മഹാഗ്രന്ഥത്തെ മാറ്റിയ 10 വാള്യമുള്ള തുഹ്ഫത്തുൽ മുഹ്താജി എന്ന മഹത്തായ ശാഫിഈ മദ്ഹബിന്റെ അവസാന വാക്കായ ഗ്രന്ഥം, മുഫ്തിമാർ കൈയാളുന്ന ഗ്രന്ഥം, ഉലമാക്കൾ അവലംബിക്കുന്ന ഗ്രന്ഥം, കേരളീയ സമൂഹത്തിന് സുപരിചിതമായ ഗ്രന്ഥം, ബുൽബുലിന്റെയും നുസ്രത്തിന്റെയും വായനക്കാർക്ക് മനഃപ്പാഠമായ മഹത്തായ ഗ്രന്ഥം തുഹ്ഫ. ഈ തുഹ്ഫ എന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ കർത്താവ് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു റഹ്മഹുല്ലാ മഹാനവർകളാണ് പിന്നീട് ജീവിക്കുന്നത്. 65 വയസ്സുകാലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കണക്കാക്കി. ഈ 65 വയസ്സുകാലം കൊണ്ട് എത്രയധികം ഗ്രന്ഥങ്ങൾ, 177 പല ഗ്രന്ഥങ്ങളാണ് എണ്ണിയവർ പലരും എണ്ണിയത് അദ്ദേഹത്തെ. 177 ഗ്രന്ഥങ്ങൾ, ഫിഖ്ഹായിട്ടും ഹദീസായിട്ടും ഉസൂലായിട്ടും നഹ്വായിട്ടും ഹിസാബായിട്ടും അങ്ങനെ അനേകം ഫന്നുകൾ. തുഹ്ഫ എന്ന ആ ഒരൊറ്റ ഗ്രന്ഥത്തിൻ്റെ അകത്ത് തന്നെ ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുള്ള ഉലൂമുകളുടെയും ഫുനൂനുകളുടെയും ബാഹുല്യം എത്രയാണ്, അതിൻ്റെ ആധിക്യം എത്രയാണ്! ആ വിധം മഹത്തായ ഒരു ഗ്രന്ഥമല്ല 177 ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള മഹാനായ ഇമാം ഇബ്നു ഹജർ 65 വയസ്സ് പൂർണ്ണമായപ്പോൾ ഇതിൽ ഓരോരുത്തരെയും നമ്മൾ ഉപന്യസിച്ച് പഠിക്കേണ്ട മഹാരഥന്മാരാണ്. ഞാൻ ആ വഴിയിലേക്ക് തിരിയുകയല്ല, ഒരു ചെറിയ നിരീക്ഷണം മാത്രം നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. മഹാനായ ആ ഇമാമിൻ്റെ ദൗത്യം പൂർത്തിയായ ശേഷം ആ പൂർത്തിയാക്കിയ മഹാനെ തൻ്റെ ലിഖാഇനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തത് ബഹുമാനപ്പെട്ട റജബ് മാസം. ആ റജബ് മാസത്തിലാണ് അല്ലാഹു തആല തിരഞ്ഞെടുത്തത്. ഇമാം ഇബ്നു ഹജറോട് കൂടെ ശാഫിഈ മദ്ഹബിൻ്റെ ഗവേഷണത്തിൻ്റെയും സ്വാപാധിക ഗവേഷണത്തിൻ്റെയും സംശോധനയുടെയും സംശോധനയെ ശുദ്ധീകരിച്ചുകൊണ്ട് സമർപ്പിക്കുന്നതിൻ്റെയും ദൗത്യം അവസാനിച്ചു. ഇനി അവരുടെ ഗ്രന്ഥത്തിന് ശറഹുകൾ മതി, ഹാഷിയകൾ മതി, അതിനപ്പുറത്തേക്ക് ഒരു ഗ്രന്ഥരചന പോലും ആവശ്യമില്ലെന്ന വണ്ണം ശാഫിഈ മദ്ഹബ് സമ്പൂർണമായി, ശാഫിഈ മദ്ഹബ് സ്വയം പര്യാപ്തമായി, ശാഫിഈ മദ്ഹബ് പ്രഭാപൂരിതമായി, ശാഫിഈ മദ്ഹബ് പ്രശോഭിതമായി. ആ ശാഫിഈ മദ്ഹബ് ലോകത്തിന് കയ്യേൽപ്പിച്ചു പോയ മഹാനായ ഇമാം ഇബ്നു ഹജർ തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയപ്പോൾ
കേരളക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് മഹാനരിൽ നിന്ന് പഠിക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ, അവരിലൂടെ പൊന്നാനി മഖ്ദൂമുമാരിലേക്ക് മഹാനായ ഇബ്നു ഹജർ എന്നവരുടെ വെളിച്ചം വരികയാണ്, കേരളീയ ജനതയ്ക്ക് വരികയാണ്. ഹളറുമൗത്തുകാരായ പണ്ഡിതന്മാർ പണ്ടു തന്നെ ഷാഫി മദ്ഹബുകാരാണ്. ഷാഫി മദ്ഹബുകാരായ സയ്യിദുമാരും പണ്ഡിതന്മാരും നിറഞ്ഞു നിൽക്കുന്ന യമനിലെ ഹളറമൗത്ത് എന്ന് പറയുന്ന ആ ഹളറമൗത്തിൻ്റെ അകത്ത് നിന്നുള്ളവരാണ് കേരളത്തിലേക്ക് കടന്നു വന്ന സാദാത്തിലധികവും ഹളറമീ സാദാത്തുക്കൾ. ഈ ഹളറമീ സാദാത്തുക്കളടക്കമുള്ള എല്ലാ സയ്യിദുമാരും ഉലമാക്കൾക്കും അല്ലാഹു തആല നിശ്ചയിച്ച ഹളറമൗത്തിലെ പണ്ഡിതന്മാർ കേരളത്തിലേക്ക് വരുമ്പോൾ അവരും മഹാനായ ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തങ്ങളുടെ ആളുകളാണ്. കേരളത്തിലെ പൊന്നാനി എന്ന ഇൽമിൻ്റെ കേന്ദ്രമായ, കേരളത്തിൻ്റെ ഇൽമിൻ്റെ മകേരിയോ മക്കയോ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന പൊന്നാനി, ആ പൊന്നാനി എന്ന ദേശത്ത് അവിടെ ജുമുഅത്ത് പള്ളി സ്ഥാപിച്ച, ദർസ് സ്ഥാപിച്ച ഒന്നാം മഖ്ദൂം എന്ന മഹാനവറുകളുടെ പേരമകനായി കൊണ്ടുവന്ന രണ്ടാം മഖ്ദൂം മക്കയിൽ പോയി മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങൾ അവരുടെ പ്രിയ ശിഷ്യനായി മാറിയ ശേഷം അവരുടെ ഗന്ധം ചുരുക്കി ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ ഗന്ധങ്ങൾ അവലംബിച്ചുകൊണ്ട് അവയെ അധികരിച്ചുകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള മഹത്തായ ഗന്ധമാണ് കേരളക്കാരുടെ മാസ്റ്റർ പീസ് ഗന്ധമായ മഹത്തായ ഫത്ഹുൽ മുഈൻ. ഈ ഫത്ഹുൽ മുഈനിലൂടെയാണ് കേരളക്കാർക്ക് ഇമാം ഇബ്നു ഹജർ അവസാന വാക്കായി മാറുന്നത്. പൊന്നാനി മഖ്ദൂമുമാരിലൂടെയാണ് കേരളക്കാർക്ക് ഇമാം ഇബ്നു ഹജർ അവസാന വാക്കായി മാറുന്നത്. അങ്ങനെ പൊന്നാനി ഉലമാക്കൾ ഫത്ഹുൽ മുഈനും മറ്റും കൈകാര്യം ചെയ്ത് ഫത്ഹുൽ മുഈനും അതിൻ്റെ അവലംബ ഗന്ധങ്ങളായ ഇമാം ഇബ്നു ഹജറിൻ്റെ ഗന്ധങ്ങളും വിശേഷിച്ച് തുഹ്ഫ എന്ന മഹത്തായ ഗന്ധവും ഈ കേരളീയ സമൂഹത്തിന് അവലംബമാക്കി അവസാനത്തെ മദ്ഹബിൻ്റെ അവസാനത്തെ വാക്കാക്കി സമ്മാനിച്ച ശേഷം അതേ ഇബ്നു ഹജർ തങ്ങളവരുടെ വഴിയിലൂടെ ഈ കേരളത്തെ നടത്താൻ വേണ്ടി പൊന്നാനി മഖ്ദൂമുമാരിൽ നിറഞ്ഞ മഖ്ദൂമുമാരുടെ കാലശേഷം അല്ലാഹു തആല അവരിലെ അവസാന മഖ്ദൂമനടക്കം ഇൽമു നൽകാൻ വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്ത വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ, നമ്മളിപ്പോൾ ഓതുന്ന ബദർ മൗലിദിൻ്റെ കർത്താവ്. നമ്മൾ ബദർ മൗലിദാണല്ലോ, നമ്മളെ ബദർ മൗലിദാണ് എല്ലാ രംഗത്തും നമുക്ക് ആത്മീയമായിട്ടുള്ള ഒരു ആത്മീയ മൗലിദ്. യാത്രക്ക് പോകുമ്പോഴും മറ്റേത് പ്രശ്നമുണ്ടാകുമ്പോഴും വീടിരിക്കുമ്പോഴും കുടിയിരിക്കലിനും ഇതൊക്കെ നമ്മൾ കാര്യമായിട്ട് നടത്തുന്നത് ബദർ മൗലിദാണ്. ആ ബദർ മൗലൂദ് രചിച്ച മഹാനായ വടപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ അവർ വഫാത്താകുന്നത് ബഹുമാനപ്പെട്ട റജബ് മാസത്തിലാണ്. അവരിൽ നിന്ന് ഈ പൊന്നാനി മഖ്ദൂമിലൂടെ ഷാഫിഈ മദ്ഹബിനെ ഒന്നിച്ച് സമാഹരിച്ച് ആ മദ്ഹബിൽ കേരളത്തിലെ ഇബ്നു ഹജർ എന്ന് തൻ്റെ കാലത്ത് വാഴ്ത്തപ്പെട്ട മഹാനായ വെളിയങ്കോട് തട്ടാങ്കര കുട്ടിയമ്മ മുസ്ലിയാർ റഹ്മഹുല്ലാഹ്, മഹാനവറുകളുടെ കാലത്ത് മഹാനരാണ് കേരളത്തിൻ്റെ ഇബ്നു ഹജർ. ആ കേരളത്തിൻ്റെ ഇബ്നു ഹജർ എന്ന് അക്കാലത്തെ പൊന്നാനി മഖ്ദൂമുമാരുടെ കാലത്ത് വാഴ്ത്തപ്പെട്ട, അവരുടെ സുവർണകാലത്ത് വാഴ്ത്തപ്പെട്ട, അവരുടെ കാലശേഷം പിന്നെ പൊന്നാനി അങ്ങനെ ശോഭിച്ചിട്ടില്ല. പൊന്നാനിയുടെ പ്രശോഭതയുടെ അവസാന കാലക്കാരാണ് ബഹുമാനപ്പെട്ട വെളിയങ്കോട് തട്ടാങ്കര കുട്ടിയാവ് മുസ്ലിയാരും തൻ്റെ സമശീർഷരും സമകാലികരുമായ ബഹുമാനപ്പെട്ട മഖ്ദൂം പുതിയകത്ത് കുഞ്ഞമ്പാവ് മുസ്ലിയാരും. മഖ്ദൂം പുതിയകത്ത് കുഞ്ഞമ്പാവ് മുസ്ലിയാരും പൊന്നാനിയിൽ തട്ടാങ്കര കുട്ടിയാവ് മുസ്ലിയാരും ഒന്നിച്ച് നിറഞ്ഞു നിൽക്കുകയും രണ്ടുപേരും വ്യത്യസ്ത രൂപത്തിൽ ആളുകളെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ, ആളുകൾക്ക് ഹൈറാകുന്ന, സഹിലാകുന്ന, ലളിതമാകുന്ന വിധം ദീനിൻ്റെ ലാളിത്യം അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ഫത്വാകൾ നൽകിക്കൊണ്ട് കൈകാര്യം ചെയ്ത ആ കാലത്തിനു ശേഷം പൊന്നാനി പിന്നെ തെളിഞ്ഞിട്ടില്ല. പൊന്നാനിയിലെ അവസാനത്തിൽ പൊന്നാനിയുടെ കേന്ദ്രമായ, ഇൽമിൻ്റെ കേന്ദ്രമായ മദീനയായ മക്കയായി വാഴ്ത്തപ്പെടുന്ന ആ പൊന്നാനി പിന്നീട് ഉയരുന്നില്ല. ആ തട്ടിയാങ്കര കുട്ടായ്മ മുസ്ലിയാർ വളർത്തിയെടുത്ത് അവരുടെ അതേ രീതിയിൽ ദർസ് നടത്തി, അവരുടെ അതേ രീതിയിൽ ഫത്വാകൾ നൽകി, അവരെങ്ങനെയാണോ ഫത്ഹുൽ മുഈനും മറ്റും കൈകാര്യം ചെയ്തതെങ്കിൽ അതിൻ്റെ കൃത്യമായ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യാൻ അവർ ദീർഘകാലമായി വളർത്തിയെടുത്ത തൻ്റെ വത്സ്യ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട തറക്കണ്ടിയിലെ ഓർ എന്ന് നമ്മളെല്ലാവരും പറഞ്ഞാൽ തിരിയുന്ന നമ്മുടെ ബഹുമാന്യരായ, നമ്മളിപ്പോൾ അനുസ്മരിക്കുന്ന മഹാനായ നമ്മുടെ ഓറുടെ ഗുരുവര്യർ തറക്കണ്ടിയിലെ ഓർ. ആ തറക്കണ്ടിയിലെ ഓർ വളരെ കുറഞ്ഞ കാലമാണ് അള്ളാഹു അവർക്ക് നൽകുന്നത്. ആ കാലത്തെ ദൗത്യം അവർക്ക് എന്താണ്?
തട്ടാങ്കര കുട്ടി മുസ്ലിയാരെ അങ്ങനെ തന്നെ പകർന്നു നൽകുക, തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു നൽകുക. ആ പകർന്നു നൽകുന്ന ആ ദൗത്യം മഹാനവറുകൾ നിർവഹിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ, യൗവനത്തിൽ തന്നെ ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിൻ്റെ ലോകത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ലിഖാഇനു വേണ്ടി ബഹുമാനപ്പെട്ടവർക്ക് ഷഹാദത്തിൻ്റെ പുണ്യം നൽകിക്കൊണ്ട് അള്ളാഹു തആല തിരഞ്ഞെടുത്തത് പരിശുദ്ധമായ ഈ റജബ് മാസത്തിലാണ്. കുട്ടിയാമ മുസ്ലിയാരും അവർക്ക് ശേഷം തറക്കണ്ടിയിലെ ഓറും പോയപ്പോൾ ആ പാരമ്പര്യത്തിൻ്റെ മാധുര്യം അണഞ്ഞില്ല, അതവസാനിച്ചില്ല. അതതിൻ്റെ രീതിയിൽ തന്നെ തട്ടാങ്കര കുട്ടിയാമു മുസ്ലിയാരുടെ ഫത്ഹുൽ മുഈനിൻ്റെയും ഫിഖ്ഹിൻ്റെയും ദർസും അധ്യാപനവും എങ്ങനെയാണോ അതങ്ങനെ തന്നെ നിർവഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തറക്കണ്ടിയിലെ ഓറ വളർത്തിയിട്ടുള്ള തട്ടാങ്കര കുട്ടിയാമു മുസ്ലിയാർ തനിക്ക് നൽകിയിട്ടുള്ള പകർന്നു നിന്നിട്ടുള്ള ഇൽമുകളെ അങ്ങനെ തന്നെ ആവോളം നൽകിക്കൊണ്ട് വളർത്തിയ തൻ്റെ ഇഷ്ടരായ ശിഷ്യരാണ് നമ്മളിപ്പോൾ അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഓറുടെ ദർസും തദ്രീസും തറക്കണ്ടിയിലെ ഓറെങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. അതങ്ങനെ തന്നെയായിട്ട് രണ്ടു കൂട്ടരെയും ബോധ്യപ്പെട്ടവർക്കറിയാം. നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, അനുഭവിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട തറക്കണ്ടിയിലെ ഓറെ അനുഭവിച്ചവരെ നമ്മൾ കേട്ടിട്ടുണ്ട്, അനുഭവിച്ചവരെ കണ്ടിട്ടുണ്ട്. ആ അനുഭവിച്ചവരെ കേട്ടിട്ടുള്ളവർക്കൊക്കെയും അറിയാം ബഹുമാനപ്പെട്ട ഓർക്ക്, അതായത് തറക്കണ്ടിയിലെ ഓർക്ക് എന്തായിരുന്നു ദൗത്യം എന്ന് ചോദിച്ചാൽ ആ ദൗത്യം നമ്മുടെ ഓറ വളർത്തുക എന്നതായിരുന്നു ദൗത്യം. ആ ദൗത്യം ബഹുമാനപ്പെട്ടവർ 60 കൊല്ലക്കാലം നിർവഹിച്ച ശേഷമാണ് ബഹുമാനപ്പെട്ടവർ പോകുന്നത്. അല്ലാഹു തആലയുടെ ഒരു പ്രത്യേക തീയതി തൻ്റെ ഗുരുവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറഞ്ഞ കാലത്ത് ദൗത്യം നിർവഹിച്ച് ആ ഗുരുവിനെ അപ്പടി ഒപ്പിയെടുക്കാൻ പറ്റുന്ന ഒരു മഹാനായ ശിഷ്യന് നൽകി, ഒരു പിൻഗാമിയെ നൽകിക്കൊണ്ട് അല്ലാഹു തആല ആദരിച്ചതോടുകൂടി മഹാനരുടെ ദൗത്യം തീർന്നു. ആ ദൗത്യം തീർന്നാൽ പിന്നെ അവർക്ക് പിന്നെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അള്ളാഹു നിശ്ചയിച്ച ദൗത്യം തീർന്നാൽ അള്ളാഹുവിന് അവൻ്റെ ഇഷ്ടദാസന്മാരെ കാണാൻ കൊതിയാണ്. നമ്മളെ ഭാഷയിൽ അള്ളാഹുവിന് തൻ്റെ ഇഷ്ടദാസന്മാരെ കാണാൻ, അവർ അള്ളാഹുവിനെ കാണാൻ കൊതിക്കുന്നതിലേറെ അള്ളാഹു തആല കൊതിയുള്ളവനാണെന്ന് പറയുന്ന ഹദീസുകളുണ്ട്. ആ വിധം അള്ളാഹു തൻ്റെ അടിയങ്ങളെ കാണാൻ കൊതിക്കും. ദൗത്യം തീർന്നവരെയൊക്കെ കൃത്യം അള്ളാഹു കൊണ്ടുപോകും. പക്ഷേ അങ്ങനെ കൊണ്ടുപോയില്ല. നമ്മുടെ ഓറ കൊണ്ടുപോയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് വെച്ച് നിരൂപിച്ചു നോക്കൂ. മഹാനായ തറക്കണ്ടിയിലെ ഓറ് പോയ പോലെ നമ്മുടെ ഓറ് പോകുകയാണെങ്കിൽ നമുക്കൊക്കെ ഓറ കാണാൻ കഴിയുമോ? നമുക്കവരെ ആസ്വദിക്കാൻ കഴിയുമോ? നമുക്കവരുടെ ഇൽമു നുകരാൻ കഴിയുമോ? ഇല്ല. 70 വയസ്സ് കഴിഞ്ഞ ഓറയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ അനുഭവിച്ചത് ബഹുമാനപ്പെട്ടവർക്ക് 70 പിന്നിട്ടിട്ടുള്ള ഓറയാണ്. ആ 70 പിന്നിട്ടിട്ടുള്ള ഓറ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നിർത്തുന്നു. 17 കൊല്ലമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മണ്ടൂരിലെ താജുൽ ഉലമായ എനിക്ക് ലഭിച്ചിട്ടുള്ളൂ നേരിട്ട് അനുഭവിക്കാൻ. ആ നേരിട്ടനുഭവിക്കാനുള്ള 7 കൊല്ലക്കാലം ബഹുമാനപ്പെട്ടവരോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ടവരുടെ യാത്രയിലുമെല്ലാം ഒപ്പം കൂടാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലക്ക് ഓതിയ നിലക്ക് മാത്രമല്ല, അല്ലാത്ത നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സൗഭാഗ്യം നൽകി. പക്ഷെ ആ സൗഭാഗ്യം അത് നുണഞ്ഞു തീരും മുൻപ്, അത് അതിൻ്റെ മധുരം വായിൽ ഊറി നിൽക്കും മുൻപ് തീരാ ദുഃഖത്തിൽപ്പെടുന്ന വിധം ബഹുമാനപ്പെട്ടവർ ഏർപ്പെട്ടപ്പോൾ ആ പരമ്പരയിൽ പൊന്നാനി പാരമ്പര്യത്തെയും ഇൽമിനെയും അപ്പാട നൽകാൻ വളരെ നീണ്ട കാലം, ഏതാണ്ട് ഒരു 25 കൊല്ലത്തെ 4 നൂറ്റാണ്ട് കാലം ബഹുമാനപ്പെട്ട നമ്മുടെ ഓറ അനുഭവിക്കാൻ എന്നെപ്പോലുള്ളവർക്കും ബഹുമാനപ്പെട്ട കുഞ്ഞാലി ഉസ്താദിനെ പോലുള്ളവർക്കും ആ ശീർഷരായി ഇന്നിപ്പം നിലനിൽക്കുന്ന ഓരുടെ ശിക്ഷ പരമ്പരയിലെ തലമുറയിലെ ആളുകൾക്കൊക്കെയും ഓറക്കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകിയത് ഒരു 90-ലുപരി 100ഓളം വയസ്സ് ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു തആല നൽകിക്കൊണ്ടാണ്. ഒരു മഹാഭാഗ്യം, നമ്മുടെ ഒരു മഹാഭാഗ്യം. അത്രയും കാലം ഓർ നീണ്ടില്ലെങ്കിൽ നമുക്ക് ഓരുടെ പിൻഭാഗങ്ങളെയും ഈ ശാഫി മദ്ഹബിനെയും അതിൻ്റെ യഥാവിധം മാറ്റമില്ലാതെ, മായമില്ലാതെ, കലർപ്പില്ലാതെ, വളച്ചുകെട്ടില്ലാതെ, വ്യതിചലനങ്ങളില്ലാതെ, വ്യതിയാനങ്ങളില്ലാതെ കൃത്യമായ നിലക്ക് അതിൻ്റെ പാരമ്പര്യത്തിൻ്റെ അതേ ഗുണത്തിൽ ഈ മദ്ഹബും ആ മദ്ഹബിൻ്റെ ഫിഖ്ഹും ലഭ്യമാകാൻ ഇന്നത്തെ തലമുറയിൽ
അവിടുത്തെ ശിഷ്യന്മാരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് സാധിച്ചത് ഓർക്ക് ഏറെക്കാലം അല്ലാഹു തആല ദീർഘായുസ് നൽകിയതുകൊണ്ടാണ്. ഓരുടെ ദൗത്യവും അള്ളാഹുവിൻ്റെ ഖളാഇൽ അവസാനിച്ചു. നമ്മുടെ സംതൃപ്തി നോക്കി അള്ള നിൽക്കുമല്ലോ. നമുക്കെല്ലാവർക്കും ഒരുപാട് കാലം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഓരോ കുട്ടിക്കാലത്ത് കണ്ട പലർക്കും ഓരോടത്ത് നിന്ന് ഓതണമെന്ന് താല്പര്യമുണ്ടായിരിക്കാം. നമുക്ക് കുറേ കാലം കാണാൻ ആഗ്രഹമുണ്ടായിരിക്കാം. ഈ ആഗ്രഹമൊന്നും അള്ള നടത്തിത്തരില്ല. അള്ളാഹു അവൻ്റെ കാര്യങ്ങൾ അവൻ്റെ ഹിക്മത്ത് പ്രകാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന് ഈ അടിയാനെ കാണാൻ ലിഖാഇന് ആഗ്രഹമായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനെ കൊണ്ടുപോയി. തറക്കണ്ടിയിലെ ഓറ് പോയ ശേഷം 60 കൊല്ലക്കാലം കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഓറ് പോകുന്നത് ഓർക്കണം. 60 കൊല്ലക്കാലം തറക്കണ്ടിയിൽ ഓറെ പ്രതിനിധാനം ചെയ്ത്, അതായത് ആലിം ഈ ഉമ്മത്തിലെ മനുഷ്യന്മാർക്ക് അല്ലാഹു തആല സാധാരണഗതിയിൽ നൽകുന്ന അത്രയും ആയുസ് തറക്കണ്ടിയിലെ ഓർക്കു ശേഷം മാത്രം തറക്കണ്ടിയിൽ ഓറെ പ്രതിനിധീകരിക്കാൻ, ലോകത്തിന് അങ്ങനെ പകർന്നു നൽകാൻ അള്ളാഹു ആയുസ് നൽകി. ആ മഹാസൗഭാഗ്യവും വിധിയും തീർത്ത് അള്ളാഹു മഹാനരെ തൻ്റെ ലിഖാഇന് സമയമായപ്പോൾ തിരഞ്ഞെടുത്തത് ഈ പരിശുദ്ധമായ റജബ് മാസമാണ്. ഈ റജബ് മാസത്തെ നിങ്ങളിങ്ങനെ വിലയിരുത്തി നോക്കിയാണ്. അതാണ് ബഹുമാനപ്പെട്ട ഈ ശാഫി മദ്ഹബിൻ്റെ കൃത്യം. അവരുണ്ടായതുകൊണ്ട് കൃത്യമായ ശാഫി മദ്ഹബിൻ്റെ ശരിയായ വഴി നമുക്ക് കിട്ടി.